കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയകാര്യ സമിതിയിൽ നടന്ന വാക്കേറ്റം, സതീശനും എ.പി. അനിൽകുമാറും തമ്മിൽ നടന്ന വാക്കേറ്റം, അതുപോലെ തന്നെ വി.ഡി. സതീശൻ്റെ നീക്കങ്ങൾക്ക് ഹൈക്കമാൻഡിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു എന്ന നിലയിൽ വലിയ മാധ്യമ വാർത്തകൾ പ്രചരിക്കുമ്പോഴാണ് രാഷ്ട്രീയ കാര്യ സമിതിയിൽ വി.ഡി. സതീശനും എ.പി. അനിൽകുമാറും തമ്മിൽ നടന്ന വാക്കേറ്റം കൈരളി ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത്, ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. അത് തുടർന്ന് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നിർഭനിലൂടെ ഇന്നലെ അടക്കം പുറത്തു കൊണ്ടുവന്നത്. അത് വി.ഡി. സതീശൻ്റെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടി, കെ സുധാകരനെ മാറ്റേണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. ആ വാർത്തയും ആദ്യം റിപ്പോർട്ട് ചെയ്തത് കൈരളി ന്യൂസാണ്. അതിനുശേഷം നേരത്തോട് നേരവും മണിക്കൂറുകളും കഴിഞ്ഞാണ് ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കാൻ ശ്രമം ഉണ്ടായത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ കൈരളി ന്യൂസിൻ്റെ വാർത്ത ശരിവെക്കും വിധം ഇപ്പോഴത്തെ മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വയനാട്ടിലെ കോൺഗ്രസ് നടത്തിയ സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുടക്കം മുതൽ ഈ വിവരങ്ങളെല്ലാം ബ്രേക്ക് ചെയ്ത് പ്രേക്ഷകരിലേക്ക് നിരന്തരം എത്തിച്ചത് കൈരളി ന്യൂസാണ്. വിജയൻ്റെ DCC ട്രഷററുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു കൊണ്ടുവന്നത് കൈരളി ന്യൂസാണ്. അതേ തുടർന്ന് അന്വേഷണത്തിനുണ്ടായ വലിയ മാറ്റമുണ്ട്. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. 3 പ്രതികൾ വന്നു. 3 പ്രതികളും ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ പോയി. ഉപാധികളോടെ ജാമ്യം ലഭിക്കുമ്പോഴും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. IC ബാലകൃഷ്ണൻ MLA 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്തു. നിർണായകമായ പല വിവരങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഇടപാടുകളെക്കുറിച്ചൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലെ സ്റ്റാഫിന് അറിവുണ്ടായിരുന്നു എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നതടക്കമുള്ള വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നത് കൈരളി ന്യൂസാണ്.